ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനീ കാണിച്ചു തരുന്നതാണ് എൻ്റെ വീട്. അത്ര വലിയ വീടൊന്നുമല്ല, എന്നാലും ചെറിയൊരു ഓട് പെര. അതിന് മുമ്പിൽ ചെറിയ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് വീടിനെ. എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ടൈപ്പ് കൃഷികളും ഉണ്ട്. ജീവിക്കാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വരുമാനങ്ങളൊന്നും പോരാതെയായി. സോ ഞാനൊരു വ്ളോഗ് തുടങ്ങാൻ തീരുമാനിച്ച്. ഇത് ആണ് കൊപ്ര ആക്കാൻ വേണ്ടി വെച്ചേക്കാണ്. തേങ്ങ അരിഞ്ഞ് വെച്ചേക്കാണ്. അപ്പോൾ തേങ്ങ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. നല്ലത്, സെക്കൻഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാതിക്ക നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കണം. ഇതാണ് ജാതിക്ക. ഇത് പൊളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും. ഈ മറ്റേ പാട്ടിലൊക്കെ ഉള്ള ജാതിക്കത്തോട്ടം, ആ സാധനം, അതിൽ നിന്ന് കിട്ടുന്ന ജാതിക്കാണിത്. ഇതിൻ്റെ റെഡ് കളർ കാണുന്നതാണ് ഇതിൻ്റെ പത്രി എന്ന് പറയുക. ഈ പത്രിക്ക് 1 കിലോ 2000 സംതിങ് കിട്ടും. 1 കിലോ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മിനിമം 2000 കായെങ്കിലും വേണം. അപ്പോൾ അത്ര അതിൻ്റെ വർത്തുണ്ട്. ഇതിന് വയറുവേദനയ്ക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ജാതിയുടെ പത്രിക്ക അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ. ഇതിൻ്റെ കായ്ക്ക് ഒരു 300 രൂപ റേഞ്ച് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ജാതിക്കുണ്ട്. ഈ വീട്ടിലൂടെ ഇവിടെ കറുത്ത കളർ ചാണകമാണ്. ചാണകം മേടിച്ചിട്ട് ജാതിക്ക് അവിടെ താഴെ നിന്ന് പണിക്കാരുണ്ട്. അപ്പോൾ ജാതിക്ക് ചാണകം ഇവിടെ വന്നിട്ടുണ്ട്. ബക്കറ്റ് കുറച്ച് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ചെടികൾക്കൊക്കെ ഇടാൻ വേണ്ടി വെച്ചേക്കുക. ചെറിയ പൂന്തോട്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിൽ ഇവിടെ ഉള്ളത്. പിന്നെ വീടിന് അത്യാവശ്യം ഒരു ഹൈറ്റുള്ള സ്ഥലത്തായിരിക്കണേ. അതൊരു മലയുടെ സൈഡ്. ആ മലയുടെ സൈഡിലേക്ക് പോകണമെങ്കിൽ ഉള്ള വഴി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി. ഈ വഴി ചെന്ന് ആ മുകളിൽ ആ ഗ്യാപ്പിൽ വെട്ടം കാണുന്നില്ലേ, അത് മലയുടെ മുകൾ ഭാഗം ആയതുകൊണ്ടാണ്. അപ്പോൾ മലയുടെ മുകൾ ഭാഗം ചെന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതെൻ്റെ പണ്ടത്തെ തൊഴുത്തായിരുന്നു. ഈ തൊഴുത്തിലിപ്പോൾ ചകിരി ഇട്ടേക്കുക. പശുവൊക്കെ ഉണ്ടായിരുന്നു, പശുവിനൊക്കെ കൊടുത്തു. ഒരിക്കൽ പശു അമ്മേനെ കയറ് വലിച്ച് വീണ് കാലിൽ ലിഗമെൻറ്റ് പൊട്ടിയ സമയത്ത് അങ്ങനെ പശുവിനെ നോക്കാൻ പറ്റാണ്ട് കൊടുത്തതാണ്. ഇപ്പോൾ പശുക്കളൊന്നുമില്ല. ഈ വീട്ടിലേക്ക് ഇറങ്ങി വരാൻ വലിയൊരു വഴിയാണ്. എന്നുവെച്ചാൽ ഭയങ്കര കയറ്റം. ഇത് നടന്ന് കയറുമ്പോഴേക്കും നേരം വെളുക്കും. അത്രയ്ക്കുണ്ട് ഈ കയറ്റം. പിന്നെ അത്യാവശ്യം ചക്കയൊക്കെ ഉണ്ട്. ആരൊക്കെങ്കിലും ചക്ക വേണമെങ്കിൽ പറഞ്ഞോ, കൊറിയർ ചെയ്ത് അയച്ചുതരാം. അത്രയ്ക്ക് ചക്കയൊക്കെ ഉണ്ട്. ചക്കയും മാങ്ങയൊക്കെ അവിടെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ. അപ്പോൾ മഴ പെയ്താൽ മിക്ക സമയത്തും ചോരയൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഇത്രയും പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന റബ്ബറൊക്കെ ഞങ്ങളുടെ തന്നെ. ഇത് റബ്ബർ ഏകദേശം ഒരു 2 ഏക്കർ ആ റേഞ്ച് ഉണ്ട് ഞങ്ങൾക്ക് റബ്ബർ. പിന്നെ റബ്ബറിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയ മഹാഗണി ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോക്ക് അത്ര സ്റ്റെബിലൈസേഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് പോക്കോ ഫോണിലാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് സ്റ്റെബിലൈസേഷൻ പ്രതീക്ഷിച്ചാൽ മതി. വൈകാതെ തന്നെ ഒരു ഐഫോൺ എടുത്ത് അതിൽ നിന്ന് വ്ളോഗ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റപ്പാക്കി വരാം. ഇതിൻ്റെ അപ്പുറത്ത് ആൾക്കാരുടെ തൊടിയാണ്. അവർ കമ്പിവേലൊക്കെ ഇട്ടിട്ടുണ്ട്. പന്നികളുടെ ശല്യം കൂടെ കാരണം കമ്പിവേലി ഇട്ടിട്ടുണ്ട്. എന്നാലും കാര്യമൊന്നുമില്ല. പന്നി കമ്പിവേലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചാടി ഓടും. അങ്ങനെ കമ്പിവേലി മുക്കാലും നശിച്ചേക്കണത്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയുള്ള ഒരു വ്യൂ. ഈ കാണുന്നതൊക്കെ സ്ഥലങ്ങൾ തന്നെ. ഇത് കാണുമ്പോൾ എനിക്ക് ഈ വിളിച്ചിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പണ്ട് അമ്മ തുടങ്ങുമ്പോഴും ഞാൻ അതേപോലെ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അമ്മ നല്ല കഥയ്ക്കുണ്ട്. വണ്ടി ഉണ്ടായിട്ട് നടക്കാറില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നടക്കുമ്പോൾ കഥയ്ക്കും. ഈ കാണുന്ന നേരെ കാണുന്ന മലയുണ്ടല്ലോ, അവിടെയാണ് നെന്മാറ വേല നടക്കുന്നത്. നെന്മാറ വേല സമയത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പടക്കം പൊട്ടണം കാണാം. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. ഇതാണ് എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തെ വ്യൂ എന്ന് പറയുന്നത്. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും വരിക. എനിക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം അതെവിടെ പോയാലും കിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയായി ഈ വ്യൂ. ഇത് പറഞ്ഞ മനസ്സിലാവില്ല, അവിടെ തന്നെ വരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് കാണിച്ചു തരുന്നത്. ഇവിടെ ചെറിയൊരു കോറി ഉണ്ട്. ആ കോറി പെട്ടെന്ന് നിർത്തിപ്പോയി അവർ സ്റ്റാർട്ട് ചെയ്തിട്ട്. കോറിയുടെ
കഷ്ണങ്ങൾ പാറ പൊട്ടിക്കുമ്പോൾ വീട്ടിൻ്റെ റബ്ബറിലേക്ക് തെറിച്ച് അങ്ങനെ ഒക്കെ നിർത്തിയതാണ്. പിന്നെ അവർക്ക് വലിയ ലാഭമില്ല ഒന്ന് തുടങ്ങിയിട്ട് അങ്ങനെ നിർത്തിയതാണ്. ആ കാണുന്നൊരു മലയിലാണ് പാലക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ കാണുന്നത് പിന്നെ ഈ കാണുന്നില്ല, അതിൽ ചെറിയ വെള്ള കളർ കണ്ടത് അതിന് പാലപ്പൂവ്. പിന്നെ ഞങ്ങൾക്കിവിടെ പുളിയൊക്കെ ഉണ്ട്, വലിയ തേക്കുകളുണ്ട്. വലിയൊന്നും പറയാമില്ല, ഒരു 2-3 തേക്ക്. ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തി പുതിയതായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നല്ലൊരു ഫോണിൽ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിചാരിക്കുന്ന ഒരു iPhone 11 എടുത്തിട്ട് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലാരിറ്റിയെങ്കിലും കാണും. ഇവിടെയൊക്കെ അത്യാവശ്യം രാത്രി വന്നു കഴിഞ്ഞാൽ നിറച്ച് പന്നികളായിരിക്കും, പന്നികളുടെ മേളമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ കമ്പിവേലി ഇട്ടേക്കുന്നത്. പന്നി വന്നിട്ട് എല്ലാം കുത്തി നശിക്കും. ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. സോ ഞാൻ ഈ വ്ളോഗിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഇത്തിരി ഉള്ളിൽ കയറിയിടാം. അതായത് എൻ്റെ വീട് ഇത്തിരി പാലക്കാട് ജില്ലയിൽ തന്നെയാണ്, ഇത്തിരി ഉള്ളിൽ കയറിയിട്ടാണ് സ്ഥലം ഇരിക്കുന്നത്. അവിടെ മയിൽ കരയുന്ന സൗണ്ടേക്കാം. ഇവിടെ നിറച്ചും അത്യാവശ്യം വന്യജീവികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.